അസ്സലാമു അലൈക്കും. ഇസ്ലാമിക സ്പീച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത് ആയത്ത് കുർസിയുടെ മഹത്വത്തെക്കുറിച്ചാണ്. എനിക്കൊരു ഫ്രണ്ടുണ്ട്, ഷെരീബ എന്നാണ് അവരുടെ പേര്. അവർ എനിക്ക് ആയത്ത് കുർസിയുടെ അവർക്കുള്ള ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ എന്നോട് പങ്കുവച്ചിരുന്നു. അവരാണെങ്കിൽ സ്നേഹമുള്ള ഒരു സ്ത്രീയാണ്, ദീനീ ബോധമുള്ളൊരു സ്ത്രീയാണ്. അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല, കുറേ വർഷമായി. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാത്തതിൻ്റെ വേദനയും വിഷമം അവർക്കും അവരുടെ ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു. പക്ഷേ ഹസ്ബൻഡും അവരും നമ്മൾ നല്ല സ്നേഹമാണ്, നല്ല ഫ്രണ്ട്സുമാണ് അവർ. പിന്നെ ഇവർ ഇങ്ങനെ കുറേ നാൾ ഇങ്ങനെ വിഷമവും സങ്കടങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഒരു ദിവസമായപ്പം ഫാമിലി ലൈഫിലൊക്കെ ഇങ്ങനെ ചില ചേർച്ചകളൊക്കെ ആൾക്കാർ വരുമല്ലോ, കൂട്ടുകുടുംബമല്ലേ. അപ്പം അവരെന്ത് ചെയ്തു, ആരുമായിട്ട് ഒരു പ്രശ്നത്തിനും എന്തിനും തിരിച്ച് മറുപടി പറയാനോ ഒന്നിനും പോകണ്ടെന്ന് കരുതി അവരെന്ത് ചെയ്തു, ആയത്തെക്കുറിച്ച് മുറുകെ പിടിച്ചു. ആയത്തെക്കുറിച്ച് അവർ പാചകം ചെയ്യുമ്പോഴും പാത്രം കഴുകുമ്പോഴും ഒക്കെ ആയത്തെക്കുറിച്ച് ഇങ്ങനെ അവർ ചൊല്ലിക്കൊണ്ടും മനസ്സുകൊണ്ട് ചൊല്ലുകയും നാവുകൊണ്ട് ചൊല്ലുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ചെയ്യുന്നൊരു 6-7 മാസം അങ്ങനെ തന്നെ അവർ ചൊല്ലിക്കൊണ്ട് നടന്നു. 6-7 മാസമല്ല, ഇപ്പോഴും അവർ ചൊല്ലുന്നുണ്ട്. അപ്പോഴും 6-7 മാസമായപ്പോഴത്തേക്ക് 7 മാസമൊക്കെ കഴിയും ഈ ആയത്തെക്കുറിച്ച് ഇവർ ചൊല്ലാൻ തുടങ്ങിയതിന് ശേഷം. അങ്ങനെ ഒരു ദിവസമായപ്പോൾ ഇവർക്ക് കുറേ ദിവസം കൊണ്ട് ഇവർക്ക് വയ്യായികയുണ്ട്. വയ്യായികയായപ്പോൾ തീരെ അങ്ങ് വയ്യ, ഒന്നും ചെയ്യാനൊന്നും വയ്യ, തലകറക്കം, പിന്നെ ഭയങ്കര ക്ഷീണം. അങ്ങനെ അവരെന്ത് ചെയ്തു, ഹസ്ബൻഡ് കൊണ്ടുവന്ന് അവരുടെ ഹസ്ബൻഡ് കൊണ്ട് നമുക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ പോവാം എന്നും പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് അവർ ബ്ലഡ് ടെസ്റ്റ്, യൂറിൻ ടെസ്റ്റൊക്കെ നടത്തിയതിന് ശേഷമാണ് അറിയുന്നത് അവർ പ്രഗ്നൻ്റ് ആണെന്ന്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു 2 പേർക്കും. പക്ഷെ എന്നാൽ പേടിയുണ്ട്. അതുകൊണ്ട് അവർ എന്നുവെച്ചാൽ ഇത് ഓക്കെ ആവുമോ എന്നൊരു പേടി അവരുടെ ഉള്ളിലുണ്ട്. അപ്പോഴും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ലായിരുന്നു അള്ളാഹുവിൻ്റെ അടുത്ത്. അവർ ഭയങ്കരമായ അവർ റബ്ബിൻ്റെ അടുത്ത് അത്രയ്ക്ക് മാത്രം നന്ദി പറഞ്ഞ് സുജൂദ് ചെയ്ത് നന്ദി പറഞ്ഞു. ഒരുപാട് അവരെന്നോട് പറഞ്ഞ കാര്യമാണ്. അവരത് പറയുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു ഇതൊക്കെ എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ പോവുകയാണ്. ആ സമയത്ത് പറയണേ, ഞാൻ ആയത്തെക്കുറിച്ച് 7 മാസം വരെ 7 മാസത്തോളമായി ഞാൻ ആയത്തെക്കുറിച്ച് ഓതാൻ തുടങ്ങിയിട്ട്. പിന്നെ അത് ഓർത്ത് പറയാൻ കാരണം വീട്ടിലൊരു വഴക്കുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ. അപ്പോൾ ആ വഴക്കിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ വഴക്ക് അവർക്ക് എന്നാണെന്നുള്ളത് ഓർമ്മ, അതിൻ്റേതായിട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നു. അപ്പം ആ സമയത്ത് അവരുടെ അടുത്ത് സംസാരിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഓതിയതായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ കുടുംബത്തിൽ നല്ല സമാധാനം ഉണ്ടായിരുന്നു. കാരണം ആയത്തെക്കുറിച്ച് ഓതിയപ്പോൾ എല്ലാവർക്കും ശത്രുതകളും എല്ലാം അങ്ങ് ക്രമേണ അങ്ങ് മാറി. നല്ല ഒരു ഇതായി, നല്ല കൂട്ടുകുടുംബമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹമൊക്കെ ആയി. അപ്പോഴാണ് ഇങ്ങനൊരു വലിയൊരു സർപ്രൈസ് എന്ന രീതിയിൽ പടച്ചു അവർക്ക് അനുഗ്രഹിച്ചത്. ഇപ്പോഴും അവർ ആയത്തെക്കുറിച്ച് മുറുകെ പിടിച്ചാണ് ജീവിക്കുന്നത്. ആയത്തെക്കുറിച്ചിയുടെ അർത്ഥവും നമുക്കിനി കേൾക്കാം. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. മലയാള അർത്ഥം: അല്ലാഹു, അവനല്ലാതെ ദൈവമില്ല. എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ. മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല. അവൻ്റേതാണ് ആകാശഭൂമിയിലുള്ളതെല്ലാം. അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട്? അവരുടെ മുമ്പിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. അവൻ്റെ അറിവിൽ നിന്നും അവൻ ഇച്ഛിക്കുന്നതല്ലാതെ മറ്റൊന്നും അവർക്ക് സൂക്ഷ്മമായി അറിയാൻ കഴിയില്ല. അവൻ്റെ അധികാരപീഠം ആകാശം ഭൂമികൾ മുഴുവനും ഉൾക്കൊള്ളുന്നതാകുന്നു. അവയുടെ സംരക്ഷണം അവന് ഒട്ടും ഭാരമുള്ളതല്ല. അവൻ ഉന്നതനും മഹാനുമത്രേ. ആമീൻ യാ റബ്ബൽ ആലമീനായ തമ്പുരാനെ. ഈ വീഡിയോ ഇതുവരെ നിങ്ങൾ കണ്ട എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. ഞാൻ നല്ല നല്ല വീഡിയോയുമായിട്ട് ഇനിയും വരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.